Good afternoon. എല്ലാവർക്കും കാണാനും കേൾക്കാനൊക്കെ പറ്റുന്നുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ബെനിഫിറ്റ്സ് ഫോർ പേഷ്യന്റ് വരെയാണല്ലോ എടുത്തിരുന്നത് അല്ലേ? ഓക്കെ, എല്ലാവരും വായിച്ചെന്നൊക്കെ വിശ്വസിക്കുന്നു കേട്ടോ. എല്ലാവരും വായിച്ചില്ലേ? വായിച്ചൊക്കെ നോക്കിയോ അക്രഡിറ്റേഷൻ? എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, വായിച്ചൊക്കെ നോക്കി. അപ്പൊ നമുക്കിനി കണ്ടിന്യൂ ചെയ്യാം. എല്ലാവർക്കും മനസ്സിലായെന്നൊക്കെ വിചാരിക്കുന്നു കേട്ടോ. അടുത്തത് വരുന്നത് ബെനിഫിറ്റ്സ് ഫോർ ഓർഗനൈസേഷൻ ആണ്. അക്രഡിറ്റേഷൻ കൊണ്ട് ഓർഗനൈസേഷൻ ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, അക്രഡിറ്റേഷൻ ടു എ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഇൻവിഗോറേറ്റ്സ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്. ഒരു ഇൻവിഗോറേറ്റ്സ് എന്ന് പറഞ്ഞാല് എന്താ പറയാ, ഉത്തേജിപ്പിക്കുക എന്നാണ് കേട്ടോ. ഉത്തേജിപ്പിക്കുക എന്ന് പറയും ഇൻവിഗോറേറ്റ്സ്. അതായത് ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ അക്രഡിറ്റേഷൻ തുടർച്ചയായ പുരോഗതിയെ ഉത്തേജിപ്പിക്കുന്നു എന്നാണ് അത് പറയാ. അതായത് ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും, അതായത് കണ്ടിന്യൂസ് ആയിട്ട് അതിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുള്ളൂ. പിന്നെ തീരെ ബാക്ക്വേർഡ് പോവാനായിട്ട് ഒരിക്കലും ആ സ്ഥാപനം പിന്നെ ആഗ്രഹിക്കുകയുമില്ല, പ്രവർത്തിക്കുകയുമില്ല. ഇംപ്രൂവ്മെന്റ് ആണ് പിന്നീട് ആ സ്ഥാപനത്തിന് ഉണ്ടാവുക, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടായിരിക്കും ആ സ്ഥാപനം ലക്ഷ്യം വെക്കുന്നത്. ഓക്കെ, then രണ്ടാമത്തെ പോയിന്റ്, it lets the organization demonstrate commitment to quality care and patient safety, thereby guarantees best clinical outcomes. അതുപോലെ തന്നെ ഗുണനിലവാരമുള്ള പരിചരണത്തിലും രോഗികളുടെ സുരക്ഷയിലും പ്രതിബദ്ധത പ്രകടിപ്പിക്കാൻ ഇത് ഓർഗനൈസേഷനെ അനുവദിക്കുന്നു. അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ ആ സ്ഥാപനത്തിൽ വരുന്ന പേഷ്യൻസ് എന്ന് പറയുമ്പോൾ നല്ല രീതിയിലുള്ള ക്വാളിറ്റി ആയിരിക്കും ആ പേഷ്യൻസിന് അവർ പ്രൊവൈഡ് ചെയ്യുക. കൂടാതെ പേഷ്യന്റിന്റെ സേഫ്റ്റി പ്രൊട്ടക്ഷനും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, അവര് പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല അതുവഴി 100% ക്ലിനിക്കൽ റിസൾട്ടുകൾ ഉറപ്പു നൽകുകയും ചെയ്യുന്നു. ഒരു രോഗി ട്രീറ്റ്മെന്റിനായിട്ട് ആ ഹോസ്പിറ്റലിൽ വരുവാണെങ്കിൽ 100% അവരെ ബെറ്ററാക്കി വിടുക എന്നുള്ളത് കൂടി ഈ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തമായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ് റേസസ് കമ്മ്യൂണിറ്റി കോൺഫിഡൻസ് ഇൻ ദ സർവീസസ് ഗിവൺ ബൈ ദ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആസ് സർവീസസ് പ്രൊവൈഡ് ബൈ ക്രെഡൻഷ്യൽഡ് മെഡിക്കൽ സ്റ്റാഫ്. ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ യോഗ്യതയുള്ള മെഡിക്കൽ സ്റ്റാഫ് നൽകുന്ന സേവനങ്ങൾ സമൂഹത്തിന്റെ ആത്മവിശ്വാസം ഉയർത്തുന്നു. ഒരു അക്രഡിറ്റഡ് സ്ഥാപനമാണെങ്കിൽ അവിടേക്ക് ധാരാളമായിട്ട് പേഷ്യൻസ് വരും അല്ലെ. അതുപോലെ തന്നെ അക്രഡിറ്റഡ് സ്ഥാപനത്തിൽ യോഗ്യതയുള്ള മെഡിക്കൽ സ്റ്റാഫുകളാണ് പേഷ്യൻസിനെ സെർവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പീപ്പിൾസിന് അല്ലെങ്കിൽ സമൂഹത്തിന് ഈ ഒരു സ്ഥാപനത്തിൽ 100% ആത്മവിശ്വാസം ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോ ആളുകളുടെ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ കോൺഫിഡൻസ് ഇതുവഴി വർദ്ധിക്കുന്നു. നാലാമത്തെ പോയിന്റ്, ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ദ ഹെൽത്ത് കെയർ യൂണിറ്റ് ടു ബെഞ്ച്മാർക്ക് വിത്ത് ദ ബെസ്റ്റ്. ഹെൽത്ത് കെയർ യൂണിറ്റിന് മികച്ച ഗുണനിലവാരം നിലനിർത്താനുള്ള അവസരം ഇത് നൽകുന്നു. നല്ല ക്വാളിറ്റിയോടുകൂടി പ്രവർത്തിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ഈ അക്രഡിറ്റേഷൻ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുക്കുന്നുണ്ട്. Then the HCO standards having been certified, an accreditation status also provides a marketing advantage in competitive health care. അത് മാത്രമല്ല, അതായത് മറ്റ് ഹോസ്പിറ്റലുകളോട് കോമ്പീറ്റ് ചെയ്യുന്ന രീതിയിൽ അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, ഒരു പിന്തുണ നൽകുന്നുണ്ടെന്ന്. ഒരു സ്ഥാപനത്തിന് അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് മറ്റ് ഹോസ്പിറ്റലുകളുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അക്രഡിറ്റഡ് സ്ഥാപനമായിരിക്കും അതിനകത്ത് വിജയിക്കുക, വിൻ ചെയ്യുക കേട്ടോ. അപ്പോ ഒന്നുകൂടി പറയാം, ഫോർത്ത് പോയിന്റ് ഒന്നുകൂടി പറയാം. ഫോർത്ത് പോയിന്റ് ഞാൻ പറയാം, ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പൊ അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാല് നമ്മൾക്ക് കോമ്പീറ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് മത്സരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്ഥാനമായിട്ട് അത് വളരാനും കൂടി ഇത് ഇടയാക്കുന്നുണ്ട്. Then the HCO standards having been certified by ISQS provides an international recognition
which will also help to encourage medical tourism. അതുപോലെ തന്നെ HCO സ്റ്റാൻഡേർഡ്, അതായത് ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓഫ് ക്വാളിറ്റി അനുസരിച്ചിട്ടുള്ള മെത്തേഡിലൂടെയാണ് പോകുന്നതെങ്കിൽ, ഓരോ സ്ഥാപനവും ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ പ്രകാരമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ആ ഒരു ഗുണനിലവാരം മെഡിക്കൽ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് പറയാം. ചുരുക്കി പറയാം, അക്രഡിറ്റഡ് സ്ഥാപനമാണെങ്കിൽ പുറത്തു വന്ന ധാരാളം ആളുകൾ, അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വരികയും മെഡിക്കൽ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ആ സ്ഥാപനം വളരാനായിട്ട് ഇടയാക്കുന്നു, അല്ലെങ്കിൽ അന്തർദേശീയ തലത്തിൽ ആ സ്ഥാപനം ശ്രദ്ധിക്കപ്പെടാനായിട്ട് ഇടയാക്കുന്നു എന്നാണ് അതിന്റെ ചുരുക്കം കേട്ടോ. ലാസ്റ്റ് പോയിന്റ്, in the end, accreditation provides an objective system of empanelment by insurance and other third parties. അതുപോലെ തന്നെ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്, അതായത് ഇപ്പൊ ഇൻഷുറൻസിന്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ തേർഡ് പാർട്ടി അതോറിറ്റികൾ, അതായത് മറ്റു പല ഓർഗനൈസേഷന്റെ ഇടപെടലുകളും അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനത്തിൽ ഉണ്ടാവും. നമുക്കിപ്പോ ഇൻഷുറൻസിന്റെ, നമ്മളൊക്കെ അറിയാലോ, എല്ലാ ആളുകൾക്കും മിക്കവാർക്കും ഇൻഷുറൻസ് കവറേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എളുപ്പത്തിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടും മറ്റു പല ഓർഗനൈസേഷന്റെ ഇടപെടലുകള് ആളുകൾക്ക് ബെനിഫിറ്റ് ആവുന്ന തരത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും അക്രഡിറ്റഡ് സ്ഥാപനം സഹായിക്കുന്നു എന്നാ പറയാം. ഓക്കെ, ക്ലിയർ ആണോ? ഇതിനടുത്തത് വരുന്നത് ബെനിഫിറ്റ്സ് ഫോർ സ്റ്റാഫ് ആണ്. ഒരു അക്രഡിറ്റഡ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടാവുക? നിങ്ങൾ അക്രഡിറ്റഡ് സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഈ കോഴ്സ് ഒക്കെ കഴിഞ്ഞ് ഒരു സ്ഥാപനത്തിൽ, ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാനായിട്ട് ചെല്ലുമല്ലോ. അപ്പൊ അതൊരു അക്രഡിറ്റഡ് സ്ഥാപനമാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. The staff in an accredited hospital is content a lot of since it provides for continuous learning, good working environment and leadership. അതായത് നിങ്ങൾക്ക് അവിടെ ഒരു നേതൃസ്ഥാനം ഉണ്ടാകും. അത് നിങ്ങൾ കഴിവുള്ള ഒരാളാണെങ്കിൽ എന്തായാലും ഒരു ലീഡർഷിപ്പ് പൊസിഷൻ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. മാത്രമല്ല വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നല്ലൊരു എൻവയൺമെന്റ് അവിടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സെക്കൻഡ് കേട്ടോ. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. പറഞ്ഞു വന്നത് ഇതാണ്, ജോലി ചെയ്യാനായിട്ടുള്ള നല്ലൊരു അന്തരീക്ഷവും അതുപോലെ തന്നെ ഒരു ലീഡർഷിപ്പ് പൊസിഷനും, അതുകൂടാതെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ലേണിങ്ങിനുള്ള ചാൻസും കൂടി നിങ്ങൾക്ക് ആ സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്നതായിരിക്കും കേട്ടോ. ധാരാളം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും വർക്ക് ചെയ്യാനുള്ള ഒരു അന്തരീക്ഷവും അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. രണ്ടാമത്തെ പോയിന്റ്, capabilities and skills of staff also get enhanced in an accredited hospital. മാത്രമല്ല സ്റ്റാഫുകളുടെ കഴിവ്, അവരുടെ എന്താ പറയാ, അവർക്ക് എന്താ പറയാ, എന്തൊക്കെ സ്കില്ലുകൾ ഉണ്ടോ അതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അക്രഡിറ്റഡ് സ്ഥാപനം നിലകൊള്ളുന്നു. മൂന്നാമത്തേത്, it enhances comprehensive professional development, knowledge and skill in systematic way with the defined ownership and accountability of all staff that include medical and paramedical staff. മാത്രമല്ല മെഡിക്കൽ ആൻഡ് പാരാമെഡിക്കൽ സ്റ്റാഫുകളുടെ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് കൂട്ടാനും അവരുടെ നോളജ് വർദ്ധിപ്പിക്കാനും സിസ്റ്റമാറ്റിക് വേയിലൂടെ സഹായിക്കുന്നത് ഒരു അക്രഡിറ്റഡ് ഹോസ്പിറ്റലിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, അപ്പൊ നല്ലൊരു അന്തരീക്ഷമാണ് നമ്മളൊരു അക്രഡിറ്റഡ് ഹോസ്പിറ്റലാണ് ചെന്നപ്പെടുന്നതെങ്കിൽ നമുക്ക് അവിടെ കിട്ടുന്നത് നല്ലൊരു അന്തരീക്ഷമായിരിക്കും. ഓക്കെ, നമ്മുടെ കഴിവുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഉയർത്താനും കൂടാതെ നല്ല ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ,
ക്ലിയർ ആയെന്ന് കരുതുന്നു. ക്ലിയർ ആണല്ലോ? ഇനി പറയണ്ടല്ലോ. ഇവിടെ ഒരാള് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, നമുക്ക് പ്രധാനപ്പെട്ട അക്രഡിറ്റേഷൻ ബോഡീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ നാട്ടില് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ചില സ്ഥാപനങ്ങളുണ്ട്, അതിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് അക്രഡിറ്റഡ് ബോഡി എന്ന് പറഞ്ഞാൽ NAB ആണ്. NAB അഥവാ NABH, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. അതായത് ഇതൊരു ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് NAB എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റലുകൾക്കും അവിടെയുള്ള ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനും അക്രഡിറ്റേഷൻ നൽകുന്നത് NABH അഥവാ NAB എന്ന് പറയുന്ന സംഘടനയാണ്. ഓക്കെ, NABL എന്താണ്? ലബോറട്ടറി എടുത്തപ്പോ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്താണ് NABL? എന്തൊന്ന് കമന്റ് ചെയ്തേ നിങ്ങള്. എന്താണ് NABL? NABL എന്താ? NABL ഒന്ന് കമന്റ് ചെയ്യാമോ? ലബോറട്ടറി എടുത്തപ്പോ ഞാൻ പറഞ്ഞു തന്നായിരുന്നില്ലേ നിങ്ങൾക്ക് NABL? ഇല്ല, പറഞ്ഞു തന്നിട്ടില്ല. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ്സ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. ഒന്നുകൂടി പറയാം, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. അതായത് ഇന്ത്യയിലെ ലബോറട്ടറികൾക്ക് അംഗീകാരം കൊടുക്കുന്ന അക്രഡിറ്റഡ് ബോഡിയാണ് NABL. ഓക്കെ, ലബോറട്ടറികൾ കൊടുക്കുന്ന NAB കൊടുക്കുന്നത് ഹോസ്പിറ്റലുകൾക്കും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനുമാണ്. NABL അംഗീകാരം കൊടുക്കുന്നത് ലബോറട്ടറികൾക്കാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ACHSI. ഓക്കെ, ഓസ്ട്രേലിയൻ കൗൺസിൽ ഓൺ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സ് ഇന്റർനാഷണൽ. ഓസ്ട്രേലിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു അക്രഡിറ്റഡ് സ്ഥാപനമാണ് ACHSI എന്ന് പറയുന്നത് കേട്ടോ. ഓസ്ട്രേലിയ ആണ് ഇതിന്റെ ആസ്ഥാനം വരുന്നത്. ഓസ്ട്രേലിയ അതുപോലെ തന്നെ അന്തർദേശീയ തലത്തിലുള്ള ഹോസ്പിറ്റലുകൾക്ക് കേട്ടോ, അതായത് ലോകത്ത് എമ്പാടുമുള്ള ഹോസ്പിറ്റലുകൾക്ക് ഗുണനിലവാരം നോക്കി അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ACHSI എന്ന് പറയുന്നത്. ഓക്കെ, JCA. അപ്പൊ നമുക്ക് ഇതിനകത്ത് പ്രധാന ഡിഫറൻസ് എന്ന് പറഞ്ഞാല് NABH-ഉം NABL-ഉം നമ്മുടെ രാജ്യാന്തര തലത്തിലാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിലാണ് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. എന്നാൽ ACHSI അതുപോലെ തന്നെ JCA താഴെ നമ്മൾ പറയുന്നതാണ്. അത് രണ്ടും അന്തർദേശീയ തലത്തിലുള്ള ഹോസ്പിറ്റലുകൾക്ക് എന്ത് കൊടുക്കുന്നു? അംഗീകാരം കൊടുക്കുന്നു. NABL-ന്റെ ഫുൾ ഫോം ആണോ വേണ്ടത്? നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. ലബോറട്ടറി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. ഓക്കെ, അപ്പൊ GC എന്താണെന്ന് നോക്കാം. ഓക്കെ, ജോയിന്റ് കമ്മീഷണൽ ഇന്റർനാഷണൽ എന്നാണ് ഇതിന്റെ ഫുൾ ഫോം വരുന്നത്. Works to enhance patient safety and the quality of health care in the international community by promising education, publication, advisory services, and international accreditation and certification. JCA is the world's largest healthcare accreditor. Since 1994, each hospital that has tried JCA Gold Seal of Approval has done so as part of constant performance improvement journey. JCA full form വരുന്നത് ജോയിന്റ് കമ്മീഷണർ ഇന്റർനാഷണൽ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് നമുക്ക് നോക്കാം. ഇന്റർനാഷണൽ ലെവലിൽ നിന്നുകൊണ്ട് രോഗിയുടെ സുരക്ഷയും ആരോഗ്യ പരിപാലനത്തിന്റെ ഗുണനിലവാരവും വർദ്ധിപ്പിക്കുന്നതിന് JCA പ്രവർത്തിക്കുന്നു. അപ്പൊ എല്ലാ ഹോസ്പിറ്റലുകളിലും എന്താണ്? രോഗിയുടെ സുരക്ഷ അതുപോലെ തന്നെ ആരോഗ്യ പരിപാലനത്തിന്റെ ക്വാളിറ്റി ഇവ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് JCA എന്ന് പറയുന്ന ഒരു ബോഡി പ്രവർത്തിക്കുന്നത്. ഓക്കെ, അന്താരാഷ്ട്ര അക്രഡിറ്റേഷൻ കൊടുക്കുന്നതിന് പുറമെ വിദ്യാഭ്യാസം, പ്രസിദ്ധീകരണങ്ങള്, ഉപദേശക സേവനങ്ങൾ എന്നിവയും JCA പ്രൊവൈഡ് ചെയ്യുന്നു. അക്രഡിറ്റേഷൻ മാത്രമല്ല കൊടുക്കുന്നത്, ആളുകളെ അവെയർ ചെയ്യുക, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക,
അതുപോലെ തന്നെ ജേർണൽസിലൂടെ ആളുകളോട് പറയാനുള്ള കാര്യങ്ങൾ പറയുക, അഡ്വൈസറി ബോർഡായിട്ട് പ്രവർത്തിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, JCI പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ ലോകത്തിലെ ഏറ്റവും വലിയ ഹെൽത്ത് കെയർ അക്രഡിറ്റേറ്റർ ആണ് JCI. ഏറ്റവും വലിയ, അതായത് ലോകത്തെങ്ങാനും, നമ്മളിപ്പോ വളരെ ചുരുക്കം കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ, ധാരാളം അക്രഡിറ്റഡ് ബോഡീസ് ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ എന്താ പറയാ ഹെൽത്ത് കെയർ അക്രഡിറ്റേറ്റർ ആണ് JCI. 1994 നിലവിൽ വന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, JCIയുടെ ഗോൾഡ് സീല് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ധാരാളം ഹോസ്പിറ്റലുകൾ കോമ്പീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് JCIയുടെ ഗോൾഡ് സീൽ എന്ന് പറഞ്ഞാല് ധാരാളം മാനദണ്ഡങ്ങൾ പാലിച്ചാൽ മാത്രമാണ്, നല്ല രീതിയിലുള്ള ക്വാളിറ്റി നിലനിർത്തിയാൽ മാത്രമാണ് ഹോസ്പിറ്റലുകൾക്ക് JCIയുടെ ഗോൾഡ് സീൽ കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് വർഷം തോറും ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രവർത്തിക്കുന്നുണ്ട്. ക്ലിയർ ആണോ 4 കാര്യങ്ങളും? NAB, NABL, ACHSI, JCI. ക്ലിയർ ആയില്ലേ? ഓക്കെ ആണ്. നമുക്ക് നാബിനെ കുറിച്ചൊന്ന് നോക്കാം. നാബിന്റെ കാര്യങ്ങൾ നമ്മുടെ PDF വളരെ കുറച്ച് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഞാൻ വളരെ കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളോട് പറയാം. അത് പക്ഷെ നോട്ടൊന്നായിട്ട് എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ ഈ ഹോസ്പിറ്റലൊക്കെ ജോലി ചെയ്യുമ്പോൾ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എക്സാം ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം കേട്ടോ. അപ്പൊ ഒന്ന് മൈൻഡിലൊന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. നാബിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആദ്യമേ ഞാൻ പറഞ്ഞു, നാബ് എന്ന് പറയുന്നത് രാജ്യാന്തര തലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. ഓക്കെ, ഇതൊരു കോൺസ്റ്റിറ്റ്യൂവന്റ് ബോർഡാണ്. സെൻട്രൽ ഗവൺമെന്റ് കീഴില് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബോഡി ഉണ്ട്. അതിന്റെ പാർട്ടായിട്ടാണ് നമ്മുടെ നാബ് പ്രവർത്തിക്കുന്നത്. 2005 നാബ് നിലവിൽ വന്നത്. ന്യൂഡൽഹിയാണ് നാബിന്റെ ആസ്ഥാനം. ഇതൊരു ഓട്ടോണമസ് ബോഡിയാണ്, അതായത് സ്വയം ഭരണാധികാരമുള്ള ഒരു ബോഡിയാണ് നാബ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നും കൂടി പറയാം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴില് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. അതിന്റെ പാർട്ടായിട്ടാണ് നാബ് പ്രവർത്തിക്കുന്നത്. 2005 നിലവിൽ വന്നു. ന്യൂഡൽഹിയാണ് ആസ്ഥാനം. ഒരു ഓട്ടോണമസ് ബോഡിയാണ് നാബ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയില് 860 ഹോസ്പിറ്റൽസ് ആണ് ഉള്ളത് കേട്ടോ. നാബ് അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുള്ള 860 ഹോസ്പിറ്റൽസ് നമ്മുടെ നാട്ടിലുണ്ട്. അതിനകത്ത് 53 ഹോസ്പിറ്റൽസ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ഓർത്തു നോക്കിയേ, കേരളത്തില് 14 ജില്ലകളുണ്ട് അല്ലെ. 14 ജില്ലകളിലായിട്ട് ധാരാളം ഹോസ്പിറ്റലുകളുണ്ട്. പക്ഷെ 53 ഹോസ്പിറ്റൽസിന് മാത്രമാണ് നാബിന്റെ അക്രഡിറ്റേഷൻ കിട്ടുക. ആ എണ്ണത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്രമാത്രം ഡിഫിക്കൽട്ട് ആണ് നാബിന്റെ അക്രഡിറ്റേഷൻ കിട്ടാൻ. എളുപ്പമൊന്നും നമുക്ക് എന്ത് കിട്ടില്ല, നാബ് അക്രഡിറ്റേഷൻ കിട്ടില്ല. നമുക്ക് ചില ചില സ്റ്റാൻഡേർഡുകൾ അല്ലെങ്കിൽ ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുക, നമ്മൾക്ക് ആ ഒരു അക്രഡിറ്റേഷൻ ലഭ്യമാവുക. നമ്മൾ താഴെ ഉള്ള പേജുകളിൽ സ്റ്റാൻഡേർഡ് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചതാണ്. അപ്പോ ഇതിനകത്ത് തന്നെ മെഡിക്കൽ കോളേജുകൾ വരുന്നുണ്ട്. ഞാൻ ചില മെഡിക്കൽ കോളേജുകളുടെ പേര് പറയാം. അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തൃശ്ശൂരിന് നാബ് അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുള്ളതാണ്. ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല കേരള നാബ് അക്രഡിറ്റഡ് ആണ്. മലബാർ കോളേജ് ഓഫ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് നാബ് അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുള്ളതാണ്. ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് വയനാട്, അതിനും നാബ് അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ ചില ഹോസ്പിറ്റലുകൾ ഉണ്ട്. ആ ഹോസ്പിറ്റലിന്റെയും പേര് പറയാം, ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കാലിക്കറ്റ്, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തിരുവനന്തപുരം, ലക്ഷർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കൊച്ചി, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ്, അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കൊച്ചി, ജനറൽ ഹോസ്പിറ്റൽ എറണാകുളം.
ഓക്കെ, അപ്പോ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ജനറൽ ഹോസ്പിറ്റൽ, എറണാകുളത്തെ ജനറൽ ഹോസ്പിറ്റലിന്, അതായത് ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്, അതിനും എന്ത് കിട്ടിയിട്ടുണ്ട്? നാബ് അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു നമ്മുടെ ഫ്യൂച്ചർ ഏതെങ്കിലും ഒരു എക്സാമുമായി ബന്ധപ്പെട്ട് നാബുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ഉപകാരപ്രദമാകുന്നതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് നേരെ PDF-ലോട്ട് വരാം. The NAB standards are modernized every 4 years, and now the hospital put into effect the 5th edition standard, April 2020. NAB standards focus on patient safety and quality of the delivery of services by the hospital in a changing healthcare environment. NAB is given by an autonomous body established by the Government of India, known as QCI, Quality Council of India, which is the standard making body in India. നിങ്ങൾ നോക്കിയേ, നാബ് എന്ന് പറയുന്നത്, നാബിന്റെ സ്റ്റാൻഡേർഡുകൾ ഉണ്ട്. നാബിന്റെ സ്റ്റാൻഡേർഡുകൾ എന്ന് പറയുന്നത് അത് ക്രൈറ്റീരിയ ആണ്, അതായത് ഓരോ ഹോസ്പിറ്റലും ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പൊ നാബിന്റെ സ്റ്റാൻഡേർഡ് ഓരോ 4 വർഷം കൂടുമ്പോഴും എന്ത് ചെയ്യാറുണ്ട്? പുതുക്കാറുണ്ട്. ഓരോ 4 വർഷം കൂടുമ്പോഴും നാബിന്റെ സ്റ്റാൻഡേർഡ് പുതുക്കാറുണ്ട്. 2020 ഏപ്രിലിൽ നിലവിൽ വന്ന നാബ് സ്റ്റാൻഡേർഡ് ആണ് ഇപ്പോൾ പ്രാബല്യത്തിലുള്ളത് കേട്ടോ. 2020 ഏപ്രിലിൽ നിലവിൽ വന്ന നാബ് സ്റ്റാൻഡേർഡ് ആണ് ഇപ്പോൾ പ്രാബല്യത്തിലുള്ളത്. അത് നാബിന്റെ 5th എഡിഷൻ സ്റ്റാൻഡേർഡ് ആണ്. അപ്പൊ 4 വർഷം കൂടുമ്പോൾ പുതുക്കുന്നു എന്ന് പറഞ്ഞു. 2020 ഏപ്രിലാണ് ലാസ്റ്റ് നാബ് സ്റ്റാൻഡേർഡ് വന്നത്. അത് 5th എഡിഷൻ സ്റ്റാൻഡേർഡ് ആണെന്നും പറഞ്ഞു. ഇനി എപ്പോഴാണ് നാബിന്റെ സ്റ്റാൻഡേർഡ് പുതുക്കുക? നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കമന്റ് ചെയ്തേ. എപ്പോഴാണ് പുതുക്കുക? എപ്പോഴാണ്? 2024 2025 കേട്ടോ. 25 എന്താണ് പുതിയ, അതായത് 6th എഡിഷൻ സ്റ്റാൻഡേർഡ് നിലവിൽ വരുന്നതാണ്. ഇപ്പൊ പ്രാബല്യത്തിലുള്ളത് 5th എഡിഷൻ ആണ്. അത് അടുത്ത വർഷം ആവുമ്പോൾ എന്താവും? 6th എഡിഷൻ ആയിട്ട് മാറും കേട്ടോ. അപ്പൊ ചില മാറ്റങ്ങൾ വരുന്നതായിരിക്കും. അപ്പൊ ഈ നാബിന്റെ സ്റ്റാൻഡേർഡ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഊന്നൽ നൽകുന്നത് പേഷ്യന്റിന്റെ സേഫ്റ്റിക്കും ക്വാളിറ്റി ഓഫ് സർവീസിനുമാണ്. അതായത് പേഷ്യന്റിന്റെ സുരക്ഷ, അതുപോലെ തന്നെ പേഷ്യന്റിന്റെ എന്താ പറയാ ട്രീറ്റ്മെന്റിലുള്ള ക്വാളിറ്റി, ഇതിനാണ് നാബ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താ പറയാ, ഈ നാബ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഓട്ടോണമസ് ബോഡിയാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ ഉണ്ട്. അതിന്റെ പാർട്ടായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്, നാബ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഈ 2 കാര്യങ്ങളാണ് ഇതിനകത്ത് പറയാനായിട്ടുള്ളത് കേട്ടോ. ഇതൊക്കെ പ്രധാനപ്പെട്ട പോയിന്റുകൾ തന്നെയാണ്. ഞാനിപ്പോ പറഞ്ഞല്ലോ, അക്രഡിറ്റേഷൻ ബോഡീസ് ഒക്കെ പ്രധാനപ്പെട്ടതാണ്. നാബ് ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴൊക്കെയാണ് പുതുക്കുക അല്ലെങ്കിൽ ഏത് സ്റ്റാൻഡേർഡ് ആണ് ഇപ്പോഴുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. അതുപോലെ തന്നെ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്നതാണ്. അതിന്റെ ഇടയിലാണ് നാബ് വരുന്നത്. എന്നൊക്കെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ വരാവുന്നതാണ് കേട്ടോ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അടുത്തത്, നാബ് മെയിൻലി ഡിവൈഡ്സ് ഹോസ്പിറ്റൽ ഇൻടു 2 മെയിൻ ഡിവിഷൻ. നാബ് ഹോസ്പിറ്റലുകളെ 2 രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ SHCO, സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ വിത്ത് ലെസ് ദാൻ 50 ബെഡ്സ്. സെക്കൻഡ് വൺ HCO, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ വിത്ത് മോർ ദാൻ 50 ബെഡ്സ്. എന്താ പറയുന്നേ? നാബ് 2 രീതിയിൽ തരംതിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് SHCO ആണ് അല്ലെ, സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. 50 ബെഡിൽ താഴെ കിടക്കകളുള്ള ഹോസ്പിറ്റലുകളെ നാബ് വിളിക്കുന്നത് SHCO എന്നാണ്. ദെൻ HCO, 50 ബെഡിൽ കൂടുതലുള്ള അല്ലെങ്കിൽ വിത്ത് മോർ ദാൻ 50 ബെഡ്സ്, 50 ബെഡ്സിന് എബോവ് ഉള്ള ഹോസ്പിറ്റലുകളെ നാബ് വിളിക്കുന്നത് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്നാണ്. ഓക്കെ, നാബ് സ്റ്റാൻഡേർഡ്സ് ഫോർ ഹോസ്പിറ്റൽ is arranged by the technical committee constituted by NAB that has esteemed person from clinical, nursing and medical administrative areas. The accreditation standards consider the needs of various laws and regulations
and the guidelines laid down by the government from time to time. നാബ് സ്റ്റാൻഡേർഡ് ഹോസ്പിറ്റലുകളിൽ അറേഞ്ച് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞു നാബിന് ഇന്ന സ്റ്റാൻഡേർഡിന്റെ ക്രൈറ്റീരിയകൾ ഉണ്ട്. അത് ഹോസ്പിറ്റലുകളിൽ അറേഞ്ച് ചെയ്യുന്നത് ഒരു ടെക്നിക്കൽ കമ്മിറ്റിയാണ്. ആ ടെക്നിക്കൽ കമ്മിറ്റി നാബിന്റെ ഇൻസ്ട്രക്ഷൻസ് പ്രകാരമാണ് പ്രവർത്തിക്കുന്നത്. ആ ടെക്നിക്കൽ കമ്മിറ്റിയിൽ ക്ലിനിക്കൽ, നഴ്സിംഗ്, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിൽ നിന്നുള്ള ആളുകളായിരിക്കും അംഗങ്ങളായിട്ട് വരിക. ക്ലിനിക്കൽ ഏരിയ നമ്മൾ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവര്, പിന്നെ നഴ്സിംഗ് ഏരിയ, ദെൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിൽ നിന്നുള്ള ആളുകളൊക്കെ എന്തിൽ അംഗമാണ്? നാബിന്റെ ടെക്നിക്കൽ കമ്മിറ്റിയില് അംഗങ്ങളാണ്. ഓക്കെ, അതുപോലെ തന്നെ ഗവൺമെന്റ് പറയുന്ന വേരിയസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത് ചിലപ്പോ ചിലതിൽ മാറ്റം വരാം. നമുക്ക് പറയാലോ, ഇപ്പൊ എന്താ പറയാ, ഈ വർഷമുള്ള ലോസ് ആൻഡ് റെഗുലേഷൻസ് ആയിരിക്കില്ല ചിലപ്പോ അടുത്ത വർഷം ഗവൺമെന്റ് കൊണ്ടുവരുന്നത്. മാറ്റങ്ങൾ ഉണ്ടാവും. അതിനനുസരിച്ച് നാബിന്റെ സ്റ്റാൻഡേർഡിലും ഹോസ്പിറ്റലിൽ നടത്തേണ്ട സ്റ്റാൻഡേർഡിലും മാറ്റം വരുന്നതാണ്. ഓക്കെ, the next main NAB guidebook standards has 10 chapters with 100 standards and 651 objective elements. Standards refers to a set of objectives for the performance. Elements come under each standard and are used to observe the performance. Out of 651 objective elements, 1 or 2 are in core category, which are necessarily judged during each assessment. 459 are in commitment category, which will be judged during final assessment. 60 are in achievement category, which will be estimated during surveillance assessment. And 30 are in excellence category, which will be assessed during re-accreditation. ഇപ്പൊ നാബിന് ഒരു ഗൈഡ് ബുക്ക് ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് PDF തരുന്നില്ലേ, അതുപോലെ നാബിനും എന്തുണ്ട്? ഒരു ഗൈഡ് ബുക്ക് ഉണ്ട്. നിങ്ങൾക്ക് PDF കുറേയധികം ചാപ്റ്റർ ഉണ്ടല്ലോ, അതുപോലെ തന്നെ നാബിനും എന്തുണ്ട്? ചാപ്റ്റേഴ്സ് ഉണ്ട്. നാബിന്റെ ഗൈഡ് ബുക്കില് ചാപ്റ്റേഴ്സിന്റെ എണ്ണം 10 ആണ് കേട്ടോ. 10 ചാപ്റ്ററുകളാണ് നാബിന്റെ ഗൈഡ് ബുക്കിലുള്ളത്. അതുപോലെ തന്നെ 100 സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ 651 ഒബ്ജക്റ്റീവ് എലമെന്റുകൾ ഉണ്ട്. ഇനി എന്താണ് സ്റ്റാൻഡേർഡ്സ് എന്ന് നോക്കാം. സ്റ്റാൻഡേർഡ് റെഫേഴ്സ് ടു എ സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ് ഫോർ ദ പെർഫോമൻസ്. അതായത് ഒരു കൂട്ടം ഒബ്ജക്റ്റീവ് ആണ്, പെർഫോമൻസ് കാഴ്ചവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടം ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങളെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. Then elements come under each standard and are used to observe the performance. Elements എന്തിന്റെ കീഴിലാണ് വരുന്നത്? സ്റ്റാൻഡേർഡിന്റെ കീഴിൽ വരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഒബ്സർവ് ചെയ്യാനും അതുപോലെ തന്നെ പെർഫോമൻസിന്റെ ആ ഒരു എന്താ പറയാ എത്രത്തോളം പെർഫോമൻസിൽ നിന്ന് അളക്കാനുമാണ് എലമെന്റ്സിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് പ്രധാനമായിട്ടും എണ്ണങ്ങൾ പഠിക്കണം കേട്ടോ. അതായത് എത്ര ചാപ്റ്ററുകളാണ് പറഞ്ഞ, നിങ്ങൾ എത്ര ചാപ്റ്റർ, എത്ര സ്റ്റാൻഡേർഡ്, എത്ര ഒബ്ജക്റ്റീവ് എലമെന്റ് ആണുള്ളത് നാബില്? എത്രയുണ്ട്? ചാപ്റ്റർ എത്ര ഉണ്ട്? സ്റ്റാൻഡേർഡ് എത്ര ഉണ്ട്? ഒന്ന് പറയാമോ? 10 ചാപ്റ്റർ. സ്റ്റാൻഡേർഡോ? ആ 100 സ്റ്റാൻഡേർഡ് ഉണ്ട്. 651 ഒബ്ജക്റ്റീവ് എലമെന്റ് ഉണ്ട്. ഓക്കെ ഓക്കെ, ഇനി 651 ഒബ്ജക്റ്റീവ് എലമെന്റ് ഉണ്ടെന്ന് പറഞ്ഞു. അതിനകത്ത് 102 എണ്ണം കോർ കാറ്റഗറിയിലാണ് വരുന്നത്. എണ്ണം മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. 102 എണ്ണം കോർ കാറ്റഗറിയിലാണ് വരുന്നത്. കോർ കാറ്റഗറി എന്ന് പറയുമ്പോൾ ജഡ്ജ്ഡ് ഡ്യൂറിങ് ഈച്ച് അസസ്മെന്റ്, ഓരോ അസസ്മെന്റിന് ശേഷവും ജഡ്ജ് ചെയ്യുന്നതാണ് എന്ത്? കോർ കാറ്റഗറി എന്ന് പറയുന്നത്. 459 എണ്ണം കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിലാണ്. കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിലാണ്. അത് ഫൈനൽ അസസ്മെന്റിന് ശേഷമാണ് ജഡ്ജ് ചെയ്യുന്നത്. 60 എണ്ണം അച്ചീവ്മെന്റ് കാറ്റഗറിയിലാണ്. അത് സർവേലൻസ് അസസ്മെന്റ് അഥവാ നിരീക്ഷണം എന്ന് പറയാ കേട്ടോ. നിരീക്ഷണത്തിലൂടെയാണ് അതിനെ അസസ് ചെയ്യുന്നത്. 30 എണ്ണം എക്സലൻസ് കാറ്റഗറിയിലാണ്. അത് പുനർമൂല്യനിർണയത്തിന് ശേഷമാണ് അതിനെ ജഡ്ജ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ നമ്പറുകൾ പ്രധാനമായിട്ടും പഠിച്ചിരിക്കുക. എത്ര എണ്ണമാണ് കോർ കാറ്റഗറി, എത്ര എണ്ണമാണ് കമ്മിറ്റ്മെന്റ് കാറ്റഗറി, അച്ചീവ്മെന്റ് കാറ്റഗറിയിൽ എത്ര, അതുപോലെ എക്സലൻസ് കാറ്റഗറിയിൽ എത്ര എണ്ണമാണെന്ന് കൃത്യമായിട്ടും പഠിച്ചു വെക്കുക. ഓക്കെ,
Then next NAB standards, patient centered standards. അതായത് നാബിന്റെ മാനദണ്ഡങ്ങള് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ കാര്യങ്ങളുടെ ഷോർട്ട് ഫോം നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക. ഇപ്പോ ആക്സസ് അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ എന്ന് പറയുന്നത് AAC ആണെന്ന് മനസ്സിലോർത്ത് വെക്കണം. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക കേട്ടോ. അപ്പൊ പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ, access, assessment and continuity of care, AAC. Then care of patient, COP. Then management of medication, MOM. Patient rights and education, PRE. Hospital infection control, HIC. അപ്പൊ ഇത്രയുമാണ് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് കേട്ടോ. അപ്പോ ഇതിനകത്ത് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം, പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ വരുന്നത് ഏത്, ഉൾപ്പെടുന്നത് ഏത്, അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏതെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഷോർട്ട് ഫോമുകളും പഠിച്ചു വെക്കാം. ദെൻ ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ് നോക്കാം. പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, PSQ. റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ്, ROM. ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി, SMS. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, HRM. ഇൻഫോർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, IMS. ഓക്കെ, ഇതൊക്കെ ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നതാണ്. നെക്സ്റ്റ്, നാബ് ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റ്. നാബിന്റെ ഡോക്യുമെന്റേഷൻ ആവശ്യമുള്ള കാര്യങ്ങൾ മാനുവൽ ആണ് ആദ്യം വേണ്ടത്. എന്നിട്ട് ഒരു മാനുവൽ ഉണ്ടാകും നാബിന്. അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? ക്വാളിറ്റി, സേഫ്റ്റി ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ. These three manuals must be accessed and revised every year. നാബിന്റെ മാനുവലില് ഹോസ്പിറ്റലിന്റെ ഗുണനിലവാരത്തെ കുറിച്ചും ഹോസ്പിറ്റലിന്റെ സേഫ്റ്റിയെ കുറിച്ചും അതുപോലെ തന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ, ഹോസ്പിറ്റലിന്റെ അണുബാധ നിയന്ത്രണത്തെ കുറിച്ചും പറയുന്നുണ്ട്. ഈ 3 മാനുവൽസും ഓരോ വർഷം കൂടുന്തോറും റിവൈസ് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, ഓരോ വർഷം കൂടുന്തോറും ഇതിന് മാറ്റങ്ങൾ വരുത്തുന്നതാണ്. ഓക്കെ, ദെൻ പ്രധാനപ്പെട്ട കമ്മിറ്റികള്, നാബിന്റെ ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട കമ്മിറ്റികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ, ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട കമ്മിറ്റി. ദെൻ ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി കമ്മിറ്റി, ഹോസ്പിറ്റലിലെ ഗുണനിലവാരം, സുരക്ഷ എന്നിവയുമായി ബന്ധപ്പെട്ട കമ്മിറ്റി. ദെൻ ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി, അതായത് ഹോസ്പിറ്റലിലെ ഫാർമസി അതുപോലെ ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങള് അതുമായി ബന്ധപ്പെട്ട കമ്മിറ്റി. ദെൻ കോഡ് ബ്ലൂ കമ്മിറ്റി, അല്ലെ, കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ട കോഡ് ബ്ലൂ കമ്മിറ്റി. ഇതൊക്കെ നാബിന്റെ അണ്ടറിൽ വരുന്നതാണ് കേട്ടോ. ദെൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കമ്മിറ്റി, അതായത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നതിന്റെ ഒരു കമ്മിറ്റി. ദെൻ മെഡിക്കൽ റെക്കോർഡ് റിവ്യൂ കമ്മിറ്റി, മെഡിക്കൽ റെക്കോർഡുമായി ബന്ധപ്പെട്ട കമ്മിറ്റി. ദെൻ ഡിസിപ്ലിനറി ആൻഡ് ഗ്രീവൻസസ് ഹാൻഡ്ലിംഗ് കമ്മിറ്റി, അതായത് പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരാതി പരിഹാരവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി. ദെൻ ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റി, അതായത് ഹോസ്പിറ്റലിനുള്ളിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കിടയിൽ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കമ്മിറ്റിയാണ് ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റി. ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? ഓക്കെ, ജസ്റ്റ് ഇതൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഈ ഒരു പേജ് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. 2 മിനിറ്റ് എടുത്തൊന്ന് വായിച്ചു നോക്കാം, നല്ല മനസ്സിലാവുള്ളൂ എന്താണെന്ന്. ഓക്കെ, നോക്കാം നമുക്ക്. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ 32 മാൻഡേറ്റഡ് ബൈ നാബ്, അതായത്
ഇത് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണ്. ഞാൻ പറഞ്ഞു നേരത്തെ, കുറെ നേരമായി ഞാൻ പറയുന്നു സ്റ്റാൻഡേർഡ്, ക്രൈറ്റീരിയ, മാനദണ്ഡം എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഓരോ ഹോസ്പിറ്റലുകളും എന്തൊക്കെ പെർഫോമൻസ് ആണ് ചെയ്യേണ്ടത്, എന്തൊക്കെ പെർഫോമൻസിന്റെ ബേസിലാണ് നാബ് അക്രഡിറ്റേഷൻ കൊടുക്കുന്നതെന്നാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ നിർബന്ധമായും നാബ് നിഷ്കർഷിച്ചിട്ടുള്ള ചില സ്റ്റാൻഡേർഡുകൾ ഉണ്ട്, അല്ലെങ്കിൽ ചില പെർഫോമൻസുകൾ ഉണ്ട്. അതാണ് ഇവിടെ പറയാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് കൊടുത്തിരിക്കുന്ന കണ്ടോ നിങ്ങള്, അതിനകത്ത് പറയുന്നത് എന്താണ്? ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ് ഓഫ് ഇൻഡോർ പേഷ്യൻസ്. അതായത് നാബിന്റെ സ്റ്റാൻഡേർഡ് പ്രകാരം, അതായത് ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ്, അത് ഇൻഡോർ പേഷ്യൻസ്, അതായത് അഡ്മിറ്റ് ആവുന്ന പേഷ്യന്റ് ആണെങ്കിലും അല്ലെങ്കിൽ അല്ലാതെ ഒപൈഡിയിൽ വരുന്ന പേഷ്യൻസ് ആണെങ്കിലും അവരുടെ ഇനീഷ്യൽ അസസ്മെന്റിന് എത്ര സമയം എടുക്കുന്നുണ്ട്, അവരുടെ BP ചെക്ക് ചെയ്യാനും പൾസ് റേറ്റ് നോക്കാനും അവരുടെ എന്തൊക്കെയാണ് ഇനീഷ്യൽ അസസ്മെന്റ് വരുന്നത്, അതിന് എത്ര സമയം എടുക്കുന്നുണ്ടെന്ന് നാബ് നോക്കിക്കാണുന്നുണ്ട്. അതിന്റെ റേഷ്യോ എത്രയാണെന്ന് നാബ് നോക്കുന്നുണ്ട്. രണ്ടാമത്തത് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. ഡിസ്ചാർജിന് എത്ര സമയം വരുന്നുണ്ട്? ഒരു രോഗിയെ രാവിലെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വൈകുന്നേരം ആയിരിക്കും ആളെ വിടുക അല്ലെ. അതൊക്കെ ഒരു മോശം ഫീഡ്ബാക്കിനിടയാക്കും അല്ലെ. അപ്പോ അതിന്റെ റേഷ്യോ നോക്കുന്നുണ്ട്. അതായത് കറക്റ്റ് സമയത്ത് തന്നെ ആ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞിട്ട് ഡോക്ടർ താമസിന് വന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു മണിക്കൂറിനുള്ളിലൊക്കെ പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ അങ്ങനെ രോഗികൾ പോകുന്നുണ്ടോ എന്നതിന്റെ റേഷ്യോ നാബ് നോക്കുന്നുണ്ട്. മൂന്നാമത്തേത് ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ കണക്റ്റഡ് പ്രഷർ അൾക്കേഴ്സ് ആഫ്റ്റർ അഡ്മിഷൻ. പ്രഷർ അൾക്കേഴ്സ് എന്ന് പറഞ്ഞാല് ദീർഘകാലം ബെഡിൽ കിടക്കുന്ന രോഗികളുണ്ട് അല്ലെ, അതായത് കോമയിലൊക്കെ ആയിട്ടുള്ള രോഗികളുണ്ട്. ഇവര് ദീർഘകാലം ബെഡിൽ കിടക്കുമ്പോൾ ബെഡ് സോർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലെ. ബെഡ് സോർ ഉണ്ടായിട്ട് അവരുടെ സ്കിന്നും ടിഷ്യൂ ഒക്കെ ഡാമേജ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോ എത്ര പേഷ്യൻസിന് ഇങ്ങനെ ബെഡ് സോർ ഉണ്ടാകുന്നുണ്ട്, അതിന്റെ റേഷ്യോ നാബ് നോക്കുന്നുണ്ട്. നാലാമത്തത് നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറർ പെർ 1000 ഇൻവെസ്റ്റിഗേഷൻ. ഒരു ഹോസ്പിറ്റലിൽ വരുന്ന രോഗികളുടെ 1000 ഇൻവെസ്റ്റിഗേഷൻ എടുത്താൽ, അതായത് 1000 റിപ്പോർട്ടുകൾ എടുത്തു കഴിഞ്ഞാല് അതിനകത്ത് എത്ര റിപ്പോർട്ടില് എറർ വരുന്നുണ്ട്, എത്ര എണ്ണം തെറ്റായിട്ടാണ് പിശകില് വരുന്നുണ്ട് എന്ന് നാബ് നോക്കി കാണുന്നുണ്ട്. നമ്പർ ഓഫ് വേരിയേഷൻസ് ഒബ്സർവ്ഡ് ഇൻ മോക്ക് ഡ്രിൽസ്. അതായത് മോക്ക് ഡ്രില്ലുകളിൽ വേരിയേഷൻ ഉണ്ടെങ്കിൽ, എന്താ പറയാ, മോക്ക് ഡ്രില്ലുകൾ നമുക്കറിയാം, അതായത് മുൻകൂട്ടി ഇപ്പൊ ഒരു ദുരന്തം ഉണ്ടാവുന്നതിന് മുമ്പ് മുൻകൂട്ടി നമ്മൾ മോക്ക് ഡ്രില്ല് നടത്തും അല്ലെ, ഡെമോ കാണിച്ചു കൊടുക്കുന്നതാണ് അല്ലെ. അപ്പോ എത്ര ഈ ഒരു, അതായത് നമ്മൾ ഇങ്ങനെയുള്ള ഡിസാസ്റ്ററിനെ മറ്റൊക്കെ ഫേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്രത്തോളം മോക്ക് ഡ്രിൽസുകള് ഹോസ്പിറ്റലുകൾ നടത്തുന്നുണ്ട് എന്നാണ്, അല്ലെങ്കിൽ അതിൽ വേരിയേഷൻ വരുന്നുണ്ട്. ഇപ്പോ ഒരു യഥാർത്ഥ സംഭവമായിട്ട് മോക്ക് ഡ്രില്ല് കണക്ട് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ, മോക്ക് ഡ്രില്ലുകൾ നടത്തുമ്പോൾ എന്തെങ്കിലും പിശകുകളോ കാര്യങ്ങളോ സംഭവിക്കാറുണ്ടോ എന്ന ഇത് റേഷ്യോ നാബ് നോക്കിക്കാണുന്നുണ്ട്. Percentage of adherence to safety precautions by staff working in diagnostic. രോഗനിർണയവുമായി ബന്ധപ്പെട്ട ഏരിയ ഒക്കെ ഉണ്ടല്ലോ, ഇപ്പൊ ലബോറട്ടറി പോലുള്ളത്, അല്ലെങ്കിൽ സ്കാൻ ചെയ്യുന്ന സ്ഥലം, അങ്ങനെ ധാരാളം സ്ഥലങ്ങളുണ്ട് അല്ലെ. ഇവിടെയൊക്കെ പേഷ്യൻസ് വരുമ്പോൾ സ്റ്റാഫുകള് പ്രിക്കോഷൻസ് എടുക്കുന്നുണ്ടോ, സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കുന്നുണ്ടോ, ഇവര് ശരിയായി കയ്യുറ ധരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ശരിയായി മാസ്ക് ധരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി നാബ് നോക്കിക്കാണുന്നുണ്ട്. Percentage of medication charts with error prone abbreviation. എന്താണ് prone abbreviation? അതായത് ഡോക്ടർ കൊടുക്കുന്ന പ്രിസ്ക്രിപ്ഷനിൽ തെറ്റായിട്ടാണ് ഫാർമസിസ്റ്റ് മനസ്സിലാക്കുന്നതെങ്കിൽ അതിന് നമുക്ക് പ്രോൺ അബ്രീവിയേഷൻ എന്ന് പറയാം. അതായത് ചിലപ്പോ ചില ഡോക്ടേഴ്സിന്റെ ഹാൻഡ് റൈറ്റിംഗ് ഫാർമസിസ്റ്റ് മനസ്സിലാവണമെന്നില്ല, അതുകൊണ്ട് തന്നെ തെറ്റായിട്ടുള്ള മരുന്നുകൾ ചിലപ്പോൾ കൊടുക്കുന്നു വരാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ അത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഡോക്ടറെ വീണ്ടും വിളിക്കേണ്ട അവസ്ഥ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അതിന്റെ റേഷ്യോ നാബ് നോക്കുന്നുണ്ട്. Then percentage of inpatients developing unfavorable drug reaction. അതുപോലെ തന്നെ അഡ്മിറ്റ് ആകുന്ന രോഗികളിൽ എന്തെങ്കിലും ഇഞ്ചക്ഷൻ വെക്കുമ്പോഴോ അവർക്ക് എന്തെങ്കിലും മരുന്നുകൾ കൊടുക്കുമ്പോഴോ ഡ്രഗ് റിയാക്ഷൻ ധാരാളമായിട്ട് ഉണ്ടാവാറുണ്ട് അല്ലെ. മരുന്നിനോടുള്ള ബോഡിയുടെ പ്രതികരണം ഉണ്ടാവാറുണ്ട്. ചിലർക്ക് ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം, ചിലവർക്ക് ഛർദിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ റേഷ്യോ
നോക്കുന്നുണ്ട്. Then percentage of unplanned return to OT. എത്ര പേരെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുചെന്നിട്ട് അൺപ്ലാൻഡ് ആയിട്ട് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. അതായത് ഓപ്പറേഷൻ ചെയ്യാതെ എത്ര ആളുകളെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് എന്നൊരു റേഷ്യോ ഇവിടെ നോക്കുന്നുണ്ട്. Then percentage of near misses. Near misses എന്താണ്? അതായത് നിയർ മിസ്സസ് എന്ന് പറയുമ്പോൾ പേഷ്യന്റിന്റെ കയ്യില് എത്തുന്നതിന് മുമ്പായിട്ട് ശരിയായ കാര്യം ഐഡന്റിഫൈ ചെയ്യുന്നതിനെയാണ് നിയർ മിസ്സസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിള്, നിങ്ങളൊരു ഫാർമസിയിൽ ചെന്നെന്ന് വിചാരിക്കുക, മരുന്ന് മേടിക്കാനായിട്ട് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനുമായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. ഫാർമസിസ്റ്റിന് നിങ്ങൾ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുന്നു, മരുന്ന് എടുത്തുകൊണ്ട് വരാനായിട്ട് സ്റ്റോർ റൂമിൽ അവർ പോകുന്നു, മരുന്ന് എടുത്തിട്ട് വരുന്നു. മരുന്ന് നമ്മുടെ അടുത്ത് കൊണ്ടുവരാനായിട്ട് വരുന്നുണ്ട്. അവര് നമ്മുടെ കയ്യില് മരുന്ന് തരുന്നതിന് മുമ്പായിട്ട് അവർ പെട്ടെന്ന് കൈ വിളിക്കുകയാണ്, മരുന്ന് നമുക്ക് തരുന്നില്ല. അവര് പറയുന്നു 1 മിനിറ്റ് ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് അവര് തിരിച്ചു പോകുന്നു. എന്തുകൊണ്ടാവാം അവര് തിരിച്ചു പോയിരിക്കുക? ഒന്ന് കമന്റ് ചെയ്തത് നിങ്ങള്. എന്തുകൊണ്ടായിരിക്കാം തിരിച്ചു പോയിരിക്കുക? നമ്മുടെ കയ്യിലെത്തുന്നതിന് മുമ്പായിട്ടാണ് അവരത് വലിച്ചോണ്ട് പോകുന്നത്. എന്തുകൊണ്ടായിരിക്കാം തിരിച്ചോണ്ട് പോകുന്നേ? മാറിപ്പോയി. അതിനെയാണ് നിയർ മിസ് എന്ന് പറയുന്നത് കേട്ടോ, നിയർ മിസ്സസ് എന്ന് പറയാം. ഓക്കെ, അതായത് പേഷ്യന്റിന്റെ കയ്യിൽ എത്തുന്നതിന് തൊട്ടു മുമ്പായിട്ട് ശരിയായുള്ള കാര്യം ഐഡന്റിഫൈ ചെയ്യുന്നതിനെയാണ് നിയർ മിസ്സസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ മാറിപ്പോകുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. പേഷ്യന്റ് അല്ലെങ്കിൽ ഫാർമസിസ്റ്റിന് എന്തെങ്കിലും തെറ്റുപറ്റുന്ന സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ഓക്കെ, percentage of medical records having imperfect or improper consent. അതായത് മെഡിക്കൽ റെക്കോർഡുകൾ ഇംപെർഫെക്റ്റ് ആവുക, അതായത് ശരിയായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ അതിനകത്ത് ഫില്ല് ചെയ്യാതിരിക്കുക, അതുപോലെ തന്നെ കൺസെന്റ് ഇല്ലാത്ത മെഡിക്കൽ റിപ്പോർട്ട്സ്, ഇതിന്റെയൊക്കെ ഒരു റേഷ്യോ നാബ് നോക്കി കാണുന്നുണ്ട്. എത്ര മെഡിക്കൽ റെക്കോർഡിലാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ള കാര്യം നാബ് നോക്കുന്നുണ്ട്. പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ബ്ലഡ് ഒക്കെ പേഷ്യൻസിൽ കയറ്റുമ്പോൾ, അതായത് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമ്പോൾ അവർക്ക് ഫീവർ, ചില പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ ബ്ലഡ് കയറ്റുന്ന സമയത്ത് ഫീവർ ഉണ്ടാവാം, ചിലർക്ക് ഇച്ചിങ് ഉണ്ടാവാം, അല്ലെങ്കിൽ മറ്റു പല അലർജീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ബ്ലഡ് ഗ്രൂപ്പ് ഒക്കെ തമ്മിൽ മാറിപ്പോയാൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടുവരാറുണ്ട്. ഓപ്പോസിറ്റ് ആയിട്ട് പേഷ്യന്റെ ബോഡി അതിനെ റിയാക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഇൻസിഡന്റിനെയാണ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ അത് എഴുതിയെടുക്കുന്നുണ്ടോ? എത്ര പേര് എഴുതിയെടുക്കുന്നുണ്ട്? ഇത് എഴുതിയെടുത്തില്ലെങ്കിൽ പിന്നെ മനസ്സിലാവില്ല കേട്ടോ, പിന്നീട് വായിച്ചു നോക്കിയാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ജസ്റ്റ് അതിന്റെ എന്താ പറയുക, താഴെയോ അല്ലെങ്കിൽ ബ്രാക്കറ്റിലൊക്കെ എഴുതിയെടുക്കുക. വിശദീകരിച്ച് എഴുതണ്ടെന്ന് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവാൻ വേണ്ടി മാത്രം എഴുതിയാൽ മതി. അപ്പോ നിയർ മിസ്സസിനെ നമുക്ക് എഴുതാം, ഐഡന്റിഫൈ ചെയ്യുന്നതാണെന്ന് നമുക്ക് എഴുതാം. അപ്പോ പിന്നീട് വായിക്കുമ്പോൾ ആ പോയിന്റ് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ് മോളെ, എല്ലാവരും ഇമ്പോർട്ടന്റ് തന്നെയാണ് ഇതിനകത്ത്. നമുക്കിത് അറിഞ്ഞിരിക്കണം. കൂടുതലും എക്സാം വൈസ് വരുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുള്ളൂ നിങ്ങളോട് കേട്ടോ. എന്താണ് ഉദ്ദേശിക്കുന്നത്? അൾക്കേഴ്സ്, പ്രഷർ അൾക്കേഴ്സ് ആഫ്റ്റർ അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയാ നിയർ മിസ്സസ് എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ എക്സാമിന് വരിക. അതുകൊണ്ടാണ് എഴുതിയെടുക്കണം എന്ന് പറഞ്ഞത് കേട്ടോ. The next one, percentage of cases who received suitable prophylactic antibiotics within the specified time frame. അതുപോലെ തന്നെ പേഷ്യൻസ് വരുമ്പോൾ അവർക്ക് കറക്റ്റ് ആയിട്ട് അവര് ആന്റിബയോട്ടിക്സ് ആ ടൈം ഫ്രെയിമിനുള്ളിൽ കഴിക്കുന്നുണ്ടോ, അത് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് റിക്കവർ ആകുന്നുണ്ടോ, അതിന്റെ റേഷ്യോ നോക്കാറുണ്ട്. നമുക്കിപ്പോ 5 ദിവസത്തെ ആന്റിബയോട്ടിക് നമ്മൾ നമുക്ക് തന്നു കഴിഞ്ഞാല് ചിലപ്പോൾ നമ്മളത് കംപ്ലീറ്റ് ആക്കണം എന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രോഗം മാറണം എന്നില്ല. അപ്പൊ അതിന്റെ റേഷ്യോ അവിടെ നോക്കിക്കാണുന്നുണ്ട്. Then percentage of surgeries where the organization's procedures to prevent a hostile events like a wrong site, wrong patient and wrong surgery have been adhered to. പിന്നെ നമ്മൾ സർജറീസിനൊക്കെ പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോൾ ചില പേഷ്യൻസിന്റെ എന്താണ് റോങ് സൈറ്റ്, അതായത് ഓപ്പറേഷൻ തിയേറ്ററിൽ അല്ലാതെ വേറെ പല ഏരിയകളിലേക്കോ അല്ലെങ്കിൽ റൂമുകളിലേക്കോ കൊണ്ടുപോവുക, അതിനെയാണ് റോങ് സൈറ്റ് എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ സർജറി ചെയ്യുന്ന പേഷ്യൻസിനെ തമ്മിൽ മാറിപ്പോവുക, അങ്ങനെയാണ് റോങ് പേഷ്യന്റ് എന്ന് പറയുന്നത്. ദെൻ റോങ് സർജറി, സർജറി ചെയ്യുന്ന പാർട്ട് മാറിപ്പോവുക. ചിലപ്പോൾ ഹെഡിനാണ് സർജറി ചെയ്യുന്നതെങ്കിൽ ചിലപ്പോ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റാഫുകൾ ചെയ്യുന്നത് ചിലപ്പോ വയറിന്റെ ഭാഗത്തായിരിക്കാം. അപ്പൊ സർജറി പാർട്ട് മാറിപ്പോകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങള് അതിന്റെ റേഷ്യോ നാപ്പ് നോക്കിക്കാണുന്നുണ്ട്. എത്ര പേഷ്യൻസിനെ ഇങ്ങനെ മാറിക്കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ എത്രയധികം പേഷ്യൻസിനാണ് ഇങ്ങനെ പാർട്ടുകൾ മാറിപ്പോയിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഇവിടെ നോക്കുന്നുണ്ട്. ഓക്കെ. ദെൻ മെഡിക്കേഷൻ എറർ റേറ്റ്, അതായത് മരുന്നുകൾ കൊടുക്കുമ്പോൾ അതിൽ എന്തെങ്കിലും തെറ്റുകൾ വരുന്നുണ്ടോ, അതിൽ എത്രത്തോളം എററുകൾ ഉണ്ടാകുന്നുണ്ട്, അതിന്റെ റേഷ്യോ നോക്കുന്നുണ്ട്. ദെൻ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ, അതായത് സർജറി ചെയ്ത ഭാഗത്ത് പഴുപ്പ് ഉണ്ടാവുക, സർജറിയുടെ സ്റ്റിച്ച് തുന്നൽ വിടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കാണാറുണ്ട് കേട്ടോ. അതായത് നമ്മൾ സർജറി ഒക്കെ ചെയ്തപ്പോ ഓപ്പൺ സർജറിയിലാണ് കൂടുതൽ എന്ത് വരിക, പഴുപ്പ് അതുപോലെ തുന്നൽ വിടുക ഇപ്പോൾ വരില്ല അല്ലെ. ഓപ്പൺ സർജറി ചെയ്യുമ്പോൾ തുന്നൽ വിടുക അല്ലെങ്കിൽ പഴുപ്പ് വരിക ഉള്ള കാര്യങ്ങളുടെ റേഷ്യോ, എത്ര പേഷ്യൻസിന് അങ്ങനെ പഴുപ്പ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര പേഷ്യൻസിന് അങ്ങനെ തുന്നൽ വിട്ടുപോയിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കി കാണുന്നുണ്ട്. ദെൻ സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഇൻ ICU, ICUയില് എത്ര പേഷ്യൻസ് ഡെത്ത് ആകുന്നുണ്ട്, ICUയിൽ കൊണ്ടുപോകുന്ന പേഷ്യൻസിന് എത്ര പേരെ ഡെത്ത് ആയിട്ട് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് എന്നതിന്റെ റേഷ്യോ ഇവിടെ നോക്കുന്നുണ്ട്. Then return to the emergency department within 72 hours with similar presenting complaints. എമർജൻസി റൂമിൽ കൊണ്ടുപോകുന്ന പേഷ്യൻസ് 72 മണിക്കൂറിനുള്ളിൽ അവരെ സിമിലർ കംപ്ലൈന്റുമായിട്ട് തിരിച്ചെവിടേക്കെങ്കിലും കൊണ്ടുപോവുകയാണെങ്കിൽ അതിന്റെ റേഷ്യോ നോക്കിക്കാണുന്നുണ്ട്. ആക്സിഡന്റുമായിട്ട് ഒരാൾ വരികയാണെന്ന് വിചാരിക്കാം, അദ്ദേഹത്തിന് ബ്ലീഡിങ് ഉണ്ട് നല്ല രീതിയിൽ, 72 മണിക്കൂർ കഴിഞ്ഞിട്ടും ഇദ്ദേഹത്തിന്റെ ബ്ലീഡിങ് നിർത്താനായിട്ട് സാധിച്ചില്ല എങ്കിൽ അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലെ. അതായത് അതേ പ്രോബ്ലം, അതായത് യഥാർത്ഥ കാരണം എങ്ങനെയാണോ അദ്ദേഹം വന്നത് അതുപോലെ തന്നെയാണ് തിരിച്ചു പോകുന്നതെങ്കിൽ അതിന്റെ ഒരു റേഷ്യോ ഇവിടെ നാവ് നോക്കി കാണുന്നുണ്ട്. അടുത്തത് കത്തീറ്റർ റിലേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ റേറ്റ്, അതായത് നമ്മള് സർജറി ഒക്കെ കഴിയുന്ന പേഷ്യൻസ് ആണെങ്കിൽ എന്താണ് അവർക്ക് യൂറിൻ എന്താ പറയാ ഡയറക്റ്റ് ആയിട്ട് പാസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ, വാഷ്റൂമിലൊക്കെ ചെന്ന് പാസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മള് കത്തീറ്റർ ആയിട്ടുള്ള, അതായത് കത്തീറ്റർ കൊടുക്കും, ഒരു ബാഗ്, യൂറിൻ സ്റ്റോർ ചെയ്യുന്ന ബാഗ് ഉണ്ടാകും, ഒരു ട്യൂബ് ഉണ്ടാകും, ഇതുവഴിയാണ് അവരുടെ യൂറിൻ എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്ത് വെക്കുക അല്ലെ. അപ്പോ ഇത് ഫില്ല് ചെയ്തതിനനുസരിച്ച് ഇത് എന്ത് ചെയ്യും, മാറ്റിക്കൊണ്ടിരിക്കും. സ്റ്റാൻഡർ ആരാണോ നിൽക്കുന്നത് അവരിത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ നിരന്തരം ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ആ ട്യൂബ് വഴി, കത്തീറ്റർ ആ ട്യൂബ് വഴി എന്ത് ചെയ്യാറുണ്ട്, അണുക്കള് ഇവരുടെ ബോഡിയിൽ ചെല്ലാറുണ്ട്. കെട്ടിക്കിടക്കുന്ന യൂറിനൊക്കെ ആണെങ്കിൽ അതിന്റെ ഇൻഫെക്ഷൻ എന്തായാലും ആ ഒരു പേഷ്യന്റ് ഉണ്ടാകും. അപ്പോ എത്ര പേഷ്യന്റിന് ഇങ്ങനെ ശരിയായ വിധത്തിലല്ലാതെ യൂറിനൊക്കെ കറക്റ്റ് ആയിട്ട് മാറ്റാതെ ഇങ്ങനെയുള്ള ഇൻഫെക്ഷന്റെ റേറ്റ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം ഇവിടെ നോക്കുന്നുണ്ട്. നെക്സ്റ്റ് വെന്റിലേറ്റർ റിലേറ്റഡ് ന്യൂമോണിയ റേറ്റ്. ഓക്കെ, വെന്റിലേറ്റർ റിലേറ്റഡ് ന്യൂമോണിയ റേറ്റ് എന്ന് പറഞ്ഞാല് വളരെ കാലം, അതായത് ദീർഘകാലം വെന്റിലേറ്ററിൽ കഴിയുന്ന പേഷ്യൻസ് ഉണ്ട് അല്ലെ. ഓക്കെ, അതായത് വെന്റിലേറ്ററിൽ തന്നെ, വെന്റിലേറ്ററിലെ ശരണം എന്ന് പറയുന്ന പേഷ്യൻസ് ഉണ്ട്. ഇവരിങ്ങനെ കിടക്കുമ്പോൾ ഇവർക്ക് കഫം അടിഞ്ഞു കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, വെന്റിലേറ്ററിലാകുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് കഫം അടിഞ്ഞു കൂടുകയും അതിന് വഴി ന്യൂമോണിയ ഉണ്ടാവാനുള്ള ചാൻസും കൂടുതലാണ്. ഓക്കെ, അപ്പോ എത്ര പേഷ്യൻസിന് ഇങ്ങനെ കിടന്നിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ വെന്റിലേറ്ററിലായിട്ട് കഫം അടിഞ്ഞു കൂടി ന്യൂമോണിയ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു പെർസെന്റേജ് അവിടെ നോക്കിക്കാണുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ സെൻട്രൽ ലൈൻ റിലേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ, അതായത് OPD-യിലേക്ക് വരുന്ന ആളുകളുടെയൊക്കെ എന്താ പറയാ ബ്ലഡ്, അതായത് ഇപ്പോ പറയുകയാണെങ്കിൽ നമ്മള് ഫിഷ് ഡിപ്പാർട്ട്മെന്റിലെ ലബോറട്ടറികളിലൊക്കെ എന്താ പറയാ അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള സ്ഥലത്തൊക്കെ ബ്ലഡ് ഒക്കെ എടുക്കുമ്പോൾ എത്ര പേർക്ക് ബ്ലഡ് വഴി ഇൻഫെക്ഷൻ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ ബ്ലഡ് കൊടുക്കുമ്പോഴോ അങ്ങനെയുള്ള ഇൻഫെക്ഷൻ സാധ്യത കൂടുതലായിട്ട് ഉണ്ടാകുന്നുണ്ടോ, അതിന്റെ റേറ്റ് ഇവിടെ നോക്കുന്നുണ്ട്. ഓക്കെ, ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ്, അതായത് നമ്മുടെ കൈ കഴുകലുമായി ബന്ധപ്പെട്ടിട്ടുള്ള, നമ്മുടെ ഹാൻഡ് ഹൈജീനുമായി ബന്ധപ്പെട്ടിട്ട്
എത്ര കംപ്ലൈന്റ് എന്തെങ്കിലും എന്താ പറയാ പരാതികൾ ഉണ്ടോ, അത് ശരിയായ വിധത്തിലല്ലേ ചെയ്യുന്നത്, അതിന്റെയൊക്കെ ഒരു റേറ്റ് ഇവിടെ നോക്കുന്നുണ്ട്. Then percentage of rescheduling of സർജറീസ് വീണ്ടും റീഷെഡ്യൂൾ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അതായത് ഇന്നത്തേക്കാണ് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിട്ടുള്ളതെങ്കിൽ ചിലപ്പോൾ നാളത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാം, അങ്ങനെയുള്ള കേസസ് വരുന്നുണ്ടോ, അതിന്റെ റേഷ്യോ എത്രയാണ് എന്ന് ഇവിടെ നോക്കുന്നുണ്ട്. Then turnaround time for issue of blood and components. ബ്ലഡ് ഒക്കെ കളക്ട് ചെയ്ത് അത് ലാബുകളിൽ എത്തിക്കാനുള്ള ടൈം എത്രയാണെന്ന് നോക്കുന്നുണ്ട്. ബ്ലഡ് ഒക്കെ എടുത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെയാണ് അത് ലാബുകളിൽ എത്തിക്കുന്നത്, പെട്ടെന്ന് തന്നെ അതിന്റെ പരിശോധന നടക്കുന്നുണ്ടോ, എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഇവിടെ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ റേസ് പേഷ്യന്റ് റേഷ്യോ ഫോർ ICU ആൻഡ് വാർഡ്സ്. എന്താണ്, അതായത് ICUയിലുള്ള പേഷ്യന്റിന്റെയും നഴ്സിന്റെയും വാർഡിലെയും ICUയിലെയും പേഷ്യന്റിന്റെയും അതുപോലെ നഴ്സിന്റെയും റേഷ്യോ ഇവിടെ എത്രയാണെന്ന് നോക്കുന്നത്. ഓക്കെ. Then waiting time for outpatient consultation. എത്ര സമയം എടുത്തിട്ടാണ് പേഷ്യന്റ് ഡോക്ടറെ കാണാൻ നിൽക്കുന്നത്, അല്ലെങ്കിൽ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് എത്ര സമയം വരുന്നുണ്ട് എന്ന് ഇവിടെ അതിന്റെ റേഷ്യോ ഇവിടെ നോക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇത്രയും വരെ എടുത്താൽ മതി. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. കുറെ കാര്യങ്ങൾ ഉണ്ട്, നാവിന്റെ സ്റ്റാൻഡേർഡ് ആണ് ഇത്രയധികം. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിക്കണ്ട് അതിൽ മാർക്ക് കൊടുത്താൽ മാത്രമാണ് നാവിന്റെ അക്രഡിറ്റേഷൻ കിട്ടുക കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാലാണ് നാവ് അക്രഡിറ്റേഷൻ കൊടുക്കുക, നല്ല പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എം പറയണോ അല്ലെ? എം. Percentage of cases who received suitable prophylactic antibiotics within the specified time frame. അതായത് എന്താ പറയാ, അതായത് ആന്റിബയോട്ടിക്സ് ഒക്കെ ആളുകൾ ഉപയോഗിക്കുമല്ലോ, ഇത്ര ദിവസത്തേക്കായിരിക്കും ആന്റിബയോട്ടിക്സ് കൊടുക്കുക. അപ്പൊ അവർ കറക്റ്റ് ആയിട്ട് അവർ ആ ആന്റിബയോട്ടിക്സ് ഉപയോഗിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ആന്റിബയോട്ടിക്സ് ഉപയോഗിച്ചതിന് ശേഷം അവരുടെ രോഗം മാറിയിട്ടുണ്ടോ എന്നുള്ള പെർസെന്റേജ് ആണ് ഇവിടെ നോക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? മോക്ക് ഡ്രിൽസ് എന്ന് പറഞ്ഞ ഡെമോയാണ്. ഡിസാസ്റ്ററിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിസാസ്റ്റർ ഞാൻ എടുത്തതല്ലേ നിങ്ങൾക്ക്. മോക്ക് ഡ്രിൽ എന്താണ്, ഡെമോ നടത്തുന്നതാണ് കേട്ടോ. ഡെമോയാണ്, അതായത് യഥാർത്ഥ സംഭവത്തിന് മുമ്പായിട്ട് ഡെമോ നടത്തുന്നതാണ് എന്താ മോക്ക് ഡ്രില്ലുകൾ എന്ന് പറയുന്നത്. അപ്പൊ മോക്ക് ഡ്രില്ലുകളിൽ എന്തെങ്കിലും വേരിയേഷൻ വരുന്നുണ്ടോ, അപ്പൊ യഥാർത്ഥ സംഭവം പോലെ തന്നെ കറക്റ്റ് ആയിട്ട് ഡെമോ അല്ലേ അവിടെ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കുറവുകളോ കാര്യങ്ങളോ ഒക്കെ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, എന്താണ് അത് ഞാൻ പറയാം കേട്ടോ. ഇവിടെ ഒരാള് ജി ചോദിച്ചു, ജി ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ. പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ സ്റ്റാർട്ട് വിത്ത് എറർ പ്രോൺ അബ്രീവിയേഷൻ. പ്രോൺ അബ്രീവിയേഷൻ എന്ന് പറഞ്ഞാലേ ഈ ഡോക്ടേഴ്സ് എഴുതുന്ന പ്രിസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ, അത് ഫാർമസിസ്റ്റിന് നേരാവണ്ണം വായിക്കാൻ പറ്റാതെ വരിക. ഹാൻഡ് റൈറ്റിംഗിന്റെ വിഷമുണ്ടൽ, ഹാൻഡ് റൈറ്റിംഗ് മനസ്സിലാവാത്തത് കൊണ്ട് എന്താണ് നേരാവണ്ണം വായിക്കാതെ വരിക. അതുപോലും പല കാര്യങ്ങളും സംഭവിക്കാം. അപ്പൊ നിങ്ങള് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടാകും. മരുന്നുകളൊക്കെ തരുമ്പോൾ, ഫാർമസിസ്റ്റ് നമുക്ക് മരുന്നുകളൊക്കെ തരുമ്പോൾ ഡോക്ടർ എഴുതുന്നത് ചിലപ്പോ 1 വീതം 3 നേരം ആയിരിക്കും എഴുതുക. ഡോക്ടർ എഴുതില്ലേ ഇങ്ങനെ 1 എന്നൊക്കെ എഴുതില്ലേ, നിങ്ങൾ കണ്ടിട്ടില്ലേ? 1 അല്ലെങ്കിൽ ഹൈഫൻ ഇട്ടിട്ട് 0 എന്ന് എഴുതും, അല്ലെങ്കിൽ 101 എന്നൊക്കെ ആയിരിക്കും ആ കഴിക്കേണ്ട ഗുളികകളുടെ നേരം എഴുതുന്നത്. അപ്പോ ഫാർമസിസ്റ്റ് ഇത് ശരിയായിട്ട് മനസ്സിലായില്ലെങ്കിൽ, തെറ്റായിട്ടുള്ള പ്രോൺ അബ്രിവിയേഷൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1 വീതം 3 നേരം ഡോക്ടർ കഴിക്കേണ്ട ഗുളിക ചിലപ്പോൾ ഫാർമസിസ്റ്റിന് ഇത് പ്രകാരം 3 വീതം 2 നേരം എന്നായിരിക്കും എഴുതി കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾ കണ്ടുവരുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ദാറ്റ് മീൻസ് പ്രോൺ അബ്രിവിയേഷൻ, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഫാർമസിസ്റ്റ് ഇവിടെ ചെയ്യുന്നത്. ക്ലിയർ ആണോ? ജി പറഞ്ഞ ആള്. ഓക്കെ, പിന്നെ എന്താ പറഞ്ഞത്? ബെനിഫിറ്റ്സ് ഓഫ് ചിന്നു ജോസ് എന്താ പറഞ്ഞേ? ബെനിഫിറ്റ്സ് ഓഫ് ഓർഗനൈസേഷനിലെ 4th പോയിന്റ്.
It also provides an opportunity to the healthcare unit to benchmark with the best. So പറഞ്ഞു തരാം കേട്ടോ. അതായത് ഹെൽത്ത് കെയർ യൂണിറ്റിന് മികച്ച ഗുണനിലവാരം നിലനിർത്താനുള്ള അവസരം ഇത് നൽകുന്നു. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അതിന് മികച്ച ക്വാളിറ്റി നിലനിർത്താൻ, അതിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ. വേറെ ആർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം കേട്ടോ. ഒന്ന് വായിച്ചു നോക്കി, നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നോക്കി. ഈ സ്റ്റാൻഡേർഡുകളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് നോക്കട്ടോ ഒന്ന്. JCI പറയണോ? ഓക്കെ, JCI പറയാം. JCI എന്ന് പറഞ്ഞാൽ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ എന്നാണ് ഫുൾ ഫോം വരിക. ഇന്റർനാഷണൽ ലെവലിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു അക്രഡിറ്റഡ് ബോഡിയാണ് JCI. രോഗിയുടെ സുരക്ഷയും ആരോഗ്യ പരിപാലനത്തിന്റെ ഗുണനിലവാരവും വർദ്ധിപ്പിക്കുന്നതിന് JCI പ്രവർത്തിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര അക്രഡിറ്റേഷൻ കൊടുക്കുന്നതിന് പുറമെ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ പ്രസിദ്ധീകരണങ്ങള്, ഉപദേശക സേവനങ്ങൾ എന്നിവ കൂടി JCI പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ 1994 ഈ ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള ബോഡി നിലവിൽ വന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഹെൽത്ത് കെയർ അക്രഡിറ്റേറ്റർ ആണ് JCI. JCIയുടെ ഗോൾഡ് സീൽ കിട്ടുന്നതിന് വേണ്ടി നിരവധി ഹോസ്പിറ്റലുകൾ മത്സരിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? മിസ് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം നാബ് ഒരു ഹോസ്പിറ്റലിലെ പെർഫോമൻസ് വിലയിരുത്തുന്ന സ്റ്റാൻഡേർഡുകളാണ്. സ്റ്റാൻഡേർഡുകൾ. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമാണ് നാബിന്റെ അക്രഡിറ്റേഷൻ കിട്ടും. ഇതിനകത്ത് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ, അതിപ്പോ നമ്മളെ കുറെ അധികം റേഷ്യോ നോക്കിയില്ലേ, ഈ റേഷ്യോയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കിട്ടില്ല. തീർത്തും പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമാണ് നാബിന്റെ അംഗീകാരം ലഭിക്കുള്ളൂ. താഴെ പറയുന്ന പോയിന്റുകളാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത് വരുന്നത് കേട്ടോ. എത്രമാത്രം, അതായത് പ്രോൺ അബ്രീവിയേഷൻ പറഞ്ഞു, എത്രമാത്രം അങ്ങനെ തെറ്റുകൾ ഫാർമസിസ്റ്റ് വരുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം OT-യിൽ കൊണ്ടുപോകുന്ന പേഷ്യൻസിനെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഈ റിപ്പോർട്ടുകളുടെ ഒക്കെ ബേസിലാണ് ഇവിടെ ഒരു ടെക്നിക്കൽ കമ്മിറ്റി ഉണ്ട് അല്ലെ, അവരാണ് റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കുന്നത്. അതിന്റെ ബേസിലാണ് നാബ് അക്രഡിറ്റേഷൻ കൊടുക്കുകയുള്ളൂ. ഓക്കെ, മനസ്സിലായോ ജിനുവിന്? ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാനിത് ഇമ്പോർട്ടന്റ് ആണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. നമ്മള് ചാപ്റ്ററിന്റെ പേര് തന്നെ ക്വാളിറ്റി അഷുറൻസ് ആൻഡ് നാബാണ്. അപ്പൊ നാബിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്കെന്നാ മൈൻഡ് അപ്പ് ചെയ്യാം അല്ലെ? ഇനി ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? കുറച്ച് ബുദ്ധിമുട്ടാണ് പഠിക്കാനായിട്ട്, നന്നായിട്ട് വായിക്കാം. ക്ലാസ് മനസ്സിലാകുക, അതായത് വായിച്ചിട്ട് മനസ്സിലാവാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ക്ലാസ്, റെക്കോർഡ് ക്ലാസ് ഒന്നും കൂടി കണ്ടു നോക്കുക. ഓക്കെ, അപ്പൊ ഞാൻ മൈൻഡ് അപ്പ് ചെയ്യാനായിട്ടോ. നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഇനി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്, ഇത് തന്നെ റിപ്പീറ്റ് വരുന്നുണ്ട് ഇനി കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആദ്യം ഇതൊന്ന് മനസ്സിലാക്കിയിട്ടാൽ പിന്നെ അധികം പ്രശ്നം വരില്ല. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം.